ഹലോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ടോയ്ലറ്റ് ടൂറാണ്. ഇങ്ങനെ ഒരു ടൂർ നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊന്ന് വ്യത്യസ്തമായി ചെയ്യാമെന്ന് വിചാരിച്ചത്. ജപ്പാനിലെ ടോയ്ലറ്റുകളുടെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്രയും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് അവർ സൂക്ഷിക്കുന്നത്. ഓരോ അരമണിക്കൂറിലും ഈ ഒരു സ്ഥാപനത്തിൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഈ യൂറിനലിൻ്റെ സ്ട്രക്ചർ തന്നെയാണ്. ഏതൊരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഏതൊരു ഹൈറ്റിലുള്ള ഒരാൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരിത് നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ഈ യൂറിനലല്ല. നമ്മുടെ പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ടോയ്ലറ്റാണ്. അപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന ജാപ്പനീസ് ലാംഗ്വേജിൽ പച്ച നിറത്തിൽ എഴുതി വച്ചിരിക്കുന്നത് യൂറോപ്യൻ ക്ലോസറ്റ് എന്നാണ്. നമുക്ക് തുറന്നു നോക്കാം. നമ്മളിപ്പോൾ പുറത്ത് കണ്ട അതേ വൃത്തി, നീറ്റ്നെസ് എല്ലാം തന്നെ നമുക്ക് ഉള്ളിലും കാണാൻ കഴിയും. ഇതാണ് ജപ്പാനിലെ യൂറോപ്യൻ ക്ലോസറ്റ്. നമ്മൾ ഈ ക്ലോസറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ ശരീരം വൃത്തിയാക്കുന്നതിന് വേണ്ട ഹെൽത്ത് ഫോസറ്റ് ഈ ക്ലോസറ്റിനടുത്തൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ അതിനടുത്തായിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് പൊതുവേ ഒരു സംശയം ഉണ്ടായിരിക്കും, ജപ്പാനിൽ ടിഷ്യൂ പേപ്പറാണോ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്, വെള്ളം യൂസ് ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യം. ജപ്പാനിൽ വെള്ളം വളരെ സുലഭമായി കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയും വെള്ളം ഒപ്പിക്കളയാൻ വേണ്ടിയും നമുക്ക് ടിഷ്യൂ പേപ്പറും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇവിടെയൊന്നും ഹെൽത്ത് ഫോസറ്റ് കാണാൻ കഴിയില്ല. അതിനുള്ള ടെക്നോളജി ഇരിക്കുന്നത് ഈ കൺട്രോൾ സിസ്റ്റത്തിലാണ്. സ്പ്രേ ചെയ്യുന്ന വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്നതിനാണ് ഓറഞ്ച് ബട്ടൺ. അതിനടുത്തായി കാണുന്ന ഈ ചെറിയ ബട്ടൺ സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയ്ക്കാനുള്ള ബട്ടണാണത്. ഈ കാണുന്ന 3 വലിയ ബട്ടണുകളിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് 3ലും ഓരോ ചിത്രം കാണാം, ഓരോ വ്യക്തികളുടെ ചിത്രമാണ്. മൂന്നാമത്തേത് ഒരു ഫീമെയിലിൻ്റെ ചിത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 3 ചിത്രത്തിലും വെള്ളം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തേക്കാണ് സ്പ്രേ ചെയ്യുന്നത് എന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. കൂടാതെ വെള്ളത്തിൻ്റെ പ്രഷർ, വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ എന്നിവ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളും അവൈലബിൾ ആണ്. കൂടാതെ വെള്ളം സ്പ്രേ ചെയ്യുന്ന നോസിൽ ക്ലീൻ ചെയ്യുവാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഈ സെറ്റിങ്സ് അല്ലെങ്കിൽ ഈ കൺട്രോളുകളൊക്കെ ഓരോ കമ്പനിയുടെ ടോയ്ലറ്റിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ജപ്പാനിലെ പല പ്രദേശങ്ങളും മിക്കവാറും നല്ല തണുപ്പുള്ള പ്രദേശങ്ങളാണ്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ നല്ല തണുത്ത് കിടക്കുന്ന ഈ ഒരു പ്ലാസ്റ്റിക് കവറിന് മുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ജപ്പാൻകാർക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരതിനുള്ള ഒരു പോംവഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുള്ള പോംവഴി എന്ന് പറയുന്നത് ഈ സീറ്റ് ചൂടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചൂടാക്കുന്നതിനാവശ്യമായ ഇലക്ട്രോണിക് സർക്യൂട്ടുകളൊക്കെ അവരതിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ ചൂട് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളും അവർ ഈ കൺട്രോൾ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ കൺട്രോളുകൾ ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഇത് സ്റ്റോപ്പ് ബട്ടണാണ്. ഈ കാണുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ ഫോഴ്സ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ബട്ടണാണ്. തുടർന്ന് കാണുന്ന ഈ 3 ബട്ടണുകളാണ് നമ്മൾ ടോയ്ലറ്റ് യൂസിന് ശേഷം നമ്മുടെ ശരീരം വൃത്തിയാക്കാൻ വേണ്ടി വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴും എങ്ങനെയാണ് വെള്ളം വന്ന് പതിക്കുന്നത് എന്നുള്ള ചിത്രസഹിതം അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ 3ാമത്തെ ബട്ടൺ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ചിത്രമാണ്. സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വെള്ളത്തിൻ്റെ ഡയറക്ഷൻ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മാറ്റുന്നതിന് വേണ്ടി താഴെയുള്ള 2 ആരോ മാർക്ക് ബട്ടണുകൾ ഉപയോഗിക്കാം. വെള്ളം സ്പ്രേ ചെയ്യുന്ന നോസിൽ ക്ലീൻ ചെയ്യുന്ന ബട്ടണാണിത്. ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നതിനുള്ള ബട്ടണുകളാണ് ഇത് രണ്ടും. മുകളിലുള്ളത് സീറ്റിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും താഴെയുള്ളത് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനുമാണ്. സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ നമ്മൾ ഇരിക്കുന്ന സീറ്റിൻ്റെ ടെമ്പറേച്ചർ. ഈ ഒരു സിസ്റ്റത്തിൻ്റെ പവർ സേവിങ്ങിന് വേണ്ടിയിട്ടുള്ള 2 ബട്ടണുകളാണ് ഒടുവിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സീറ്റിന് മുകളിൽ ഒരാൾ ഇരുന്നു എന്ന് ടോയ്ലറ്റ് ഡിറ്റക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു കൺട്രോൾ സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയുള്ളൂ. നമുക്കിത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടി സീറ്റിന് മുകളിൽ ഒരു പ്രഷർ ഉപയോഗിച്ച് ഒരാളിരിക്കുന്ന ഫോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക്
വെള്ളം സ്പ്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ബട്ടണുകളും ഉപയോഗിക്കുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ബട്ടൺ ഞാൻ പ്രസ് ചെയ്തിട്ടുണ്ട്. വെള്ളം സ്പ്രേ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ബട്ടൺ ഉപയോഗിച്ചാണ് അത് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ആദ്യം ഫസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ വെള്ളം വന്ന ഹോളിൽ നിന്നല്ല ഇപ്പോൾ വെള്ളം വന്നത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം വരുന്ന ആംഗിളിനും വ്യത്യാസം ഉണ്ടായിരുന്നു. കൂടാതെ ആ നോസിലിന് ഒരു മൂവ്മെൻറ്റ് കൂടെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. മൂന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോസിൽ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. മറ്റ് 2 തവണ വന്നതിനെ അപേക്ഷിച്ച് നോസിൽ കുറച്ചധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല വെള്ളം വരുന്നത് ഏറ്റവും താഴെയുള്ള ഹോളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന വ്യക്തിയുടെ മുൻവശത്തേക്ക് വരുന്ന രീതിയിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ മുൻപോട്ടും പുറകോട്ടുമുള്ള ആ ഒരു മൂവ്മെൻറ്റ് കൂടെ ആ നോസിലിന് ഉണ്ടായിരുന്നു. ഈ കാണുന്നത് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റാണ്. നമ്മളിപ്പോൾ പരിചയപ്പെട്ട എല്ലാ കൺട്രോളുകളും ഇവിടെ ചുമരിലായിട്ട് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ജപ്പാനിലെ ടോയ്ലറ്റുകളെ പറ്റി പറയാനുള്ളത്. ജപ്പാനിലെ എല്ലാ ടോയ്ലറ്റുകളും എങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.